ഹലോ, ഇന്ന് നാടൻ രീതിയിൽ വറുത്തരച്ചിട്ട് ഒരു കൂർക്കക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ കൂർക്ക സീസണൊക്കെ ആണല്ലോ, അപ്പോൾ എല്ലായിടത്തും മിക്കതും കൂർക്കയൊക്കെ കിട്ടാറുണ്ടല്ലോ. അങ്ങനെ അതാ ഇവിടെയും കിട്ടിയിട്ടുണ്ട് കുറച്ച് കൂർക്ക. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് പൊടികളായിട്ട് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് ഇപ്പോൾ ഇത് രണ്ടും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2 പിടി പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. നമുക്ക് വറുത്തരച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ കൂർക്കക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കി പൊടികളൊക്കെ ഞാൻ തേങ്ങയിൽ കൂടെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനായിട്ട് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ നാളികേരത്തിൻ്റെ ഒരു മുറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 2-3 ചെറിയ ഉള്ളി തോല് കളഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചുവന്ന കളറായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടിയും ഇതിലൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമ്മുടെ ഈ കൂർക്ക മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ വറുത്തെടുക്കുന്നത് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടൊന്ന് ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് കൊട്ടി കൊടുക്കുകയാണ്. ഉള്ളിക്ക് പകരം കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് വറുത്തിടാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഉള്ളി മൂപ്പിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും കൂർക്ക ഇതുപോലെ വെക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. നല്ല അടിപൊളി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂർക്കക്കറി ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.